നീയാണെന്റെ ലോകം. രചന ആതിര ആദി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. കാശി വീട്ടെന്നെ എന്ത് നീ കാട്ടുന്നേ? ഇല്ല, വീടില്ല. അടങ്ങിയിരിക്കടി ഭാര്യ. നിന്നെങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോ എന്ത് സുഖാണെന്നോ. എന്റെ സ്ട്രെസ്സൊക്കെ റിലീഫാവുന്നു. ഓഹോ, കെട്ടിപ്പിടിച്ചെന്ന് എന്റെ സ്ട്രെസ് റിലീഫായിന്ന് വെച്ച് എന്റെ ചുണ്ട് നിനക്കൊന്ന് വെറുതെ വിട്ടൂടെ? ഇങ്ങനെ കിസ് ചെയ്തുകൊണ്ട് ഇരിക്കണമെന്നുണ്ടോ? പിന്നില്ലാണ്ട് കെട്ടിപ്പിടിച്ചിരുന്ന പകുതി സ്ട്രെസ്സേ പോകത്തുള്ളൂ. കിസ് ചെയ്യുമ്പോഴേ മൊത്തം പോവുള്ളൂ. പിന്നെ പോടാ. കാശി, എനിക്കെന്തോ പേടിയാകുന്നടാ. പേടിയോ? എന്തിനാടി? കിസ് ചെയ്താ ബേബി ഒന്നും ഉണ്ടാവില്ലടി. അതോർത്താണെങ്കിൽ നീ പേടിക്കണ്ട. അതിന് വേറെ പണിയൊക്കെ ഉണ്ട്. ഇനി ബേബി ഉണ്ടായാലും ഞാൻ തന്നെയല്ലേ നിന്റെ കെട്ടിയോൻ. സോ സാരമില്ല, വേണേ നമുക്ക് നേരാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഉണ്ടാട്ടി കാശി, ഞാൻ അതല്ല പറഞ്ഞേ. പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടു ഇന്ന് രാവിലെ. കാശി, നീ എന്നോട് ഷൗട്ട് ചെയ്യുന്ന, എന്നോട് ദേഷ്യപ്പെട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ. പിന്നെ പിന്നെ എന്താ പിന്നെ? എന്തോ അറിയില്ലടാ, എന്തോ അരുതാത്ത നടക്കാൻ പോകുന്ന പോലെ, നിന്നെ എനിക്ക് നഷ്ടമാകാൻ പോകുന്ന പോലെ എന്തോ മനസ്സിൽ വല്ലാതെ പേടിയാവുന്നടാ. നിന്നോടൊപ്പം നിന്റെ കൂടെ എനിക്കിപ്പോൾ ഇരിക്കുന്ന പോലെ എപ്പോഴും ഇങ്ങനെ ചേർന്നിരിക്കണം. കാശി, നിന്നിൽ നിന്ന് പിരിഞ്ഞെനിക്ക് പറ്റില്ലടാ. എനിക്ക് വല്ലതും പറ്റിയ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നടാ. ഞാനില്ലാണ്ടായ നീ. സ്റ്റോപ്പ് നാച്ചു. ഒന്നുമില്ല എൻ്റെ പൊട്ടിപ്പെണ്ണേ, എല്ലാം നിന്റെ തോന്നൽ മാത്ര. ഇങ്ങനെയൊക്കെ എന്തിനാടി നീ ചിന്തിക്കുന്നത്? നമ്മൾ പിരിയുന്നില്ല. അത് മാത്രമല്ല, ഈ സ്വപ്നമൊന്നും സത്യാവില്ല. എൻ്റെ നാച്ചിനോട് ഞാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു തോന്നുന്നുണ്ടോ? ഇനി പോയാൽ പോലും നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തു. ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം നല്ല മാത്രമേ നടക്കൂ. എന്നാലും ഒരെന്നാലും എൻ്റെ നാച്ചുകുട്ടി, അല്ലെങ്കിൽ നിന്റെ ഈ കാശി ഇല്ലാണ്ടാവണം. അവൾ അപ്പോൾ തന്നെ അവൻ്റെ വാപുത്തി പിടിച്ച്, ഒന്നും വേണ്ട, മിണ്ടാണ്ടിരിക്കുക, എനിക്കൊരു വിഷമവുമില്ല. അവനൊന്നുകൂടെ തന്നെ റൂഹിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളെ നോക്കി ചിരിച്ച്. ഇന്നലെ രാത്രി നക്ഷത്രയോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ നക്ഷത്രയെ തിരഞ്ഞ് അവൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഓർത്തു. ഇല്ല നാച്ചു, നിന്റെ സ്വപ്നം പോലെ ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. നമ്മൾ അകലില്ല. നിറഞ്ഞു വന്ന കണ്ണീരിന് അവൻ അവൻ്റെ കയ്യാൽ ഒപ്പി. ഈ സമയം കാശി കാറെടുത്ത ആ മാളിനരികിൽ നേരത്തെ കാശിയുടെയും മുരളിയുടെയും സംസാരം വഴക്കെല്ലാം കണ്ട് ആ വൃദ്ധൻ നിൽപ്പുണ്ടായിരുന്നു. കാശി പോയ വഴിയെ നോക്കി നിന്ന ആ വൃദ്ധൻ കയ്യിൽ നിന്ന വടിയിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. പെട്ടെന്ന് കുനിഞ്ഞെന്ന് അയാൾ നേരെ നിവർന്ന് ഊറി ചിരിച്ചു. ഇപ്പോൾ വൃദ്ധനൊരു യുവാവായി മാറി. കാശിനാഥ്, നീ ഇത്രക്ക് മണ്ടനായി പോയല്ലോ. ഈ ഷക്കീമിനെ നീ എത്ര അന്വേഷിച്ച് നടന്നതാ. എന്നിട്ട് നിന്റെ കൺമുമ്പിൽ ഞാൻ വന്ന് നിന്നിട്ടും നിനക്കറിയാൻ പറ്റിയില്ലല്ലോ. നക്ഷത്ര, അവൾ എൻ്റെയാ. നീയാണ് ഈ ഷക്കീമിൻ്റെ ഈ നക്ഷത്രയുടെയും ലൈഫിലേക്ക് കടന്നു വന്നത്. നീ ഉണ്ടെങ്കിലല്ലേ അവളെ എനിക്ക് കിട്ടാണ്ടിരിക്കുക. ഈ ഷക്കീം ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് വില കൊടുത്ത് നേടിയെടുത്തിരിക്കും. അതിന് നീ ഒരു തടസ്സമാണെങ്കിൽ ആ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പിഴുതെറിയാൻ ഈ ഷക്കീമിനറിയാം. നീ ചെല്ല്. അവിടെ നിന്റെ മരണം നിനക്കായി കാത്തു നിൽക്കുകയാണ് കാശി. എനിക്കെന്നെ നക്ഷത്രയെ മാത്രം മതി. അവൾക്ക് ഈ ഷക്കീം മാത്രം. അവളിനി ഈ ഷക്കീമിനെ മാത്രം സ്വന്തം. അല്പസമയം കഴിഞ്ഞ് ഷക്കീമിന്റെ താവളത്തിൽ നക്ഷത്ര, നിങ്ങൾക്ക് ആരാ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ കയ്യിൽ കെട്ടഴിക്ക് പ്ലീസ്. എന്നെ വീട്, എനിക്ക് എൻ്റെ കാശിയുടെ അടുത്ത് പോകണം. എങ്ങോട്ടാണ് ഈ പുല്ല് നിനക്ക് പോവേണ്ടത്? പെട്ടെന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ നോക്കി. ഷക്കീം? ആ, അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേടി? നീ എന്താടി കരുതിയത്? അന്ന് ഞാൻ നിന്നെ വെറുതെ വിട്ടുകൊണ്ട് നിന്നെ ഞാൻ മറന്നെന്നോ? നീ കാരണം എനിക്കുണ്ടായ അപമാനം, നഷ്ടങ്ങൾ, അതൊക്കെ അത്ര പെട്ടെന്നൊന്നും മറന്ന് നീ കരുതിയോടി പുല്ലേ? ഷക്കീം പ്ലീസ്, എന്നെ വീട്, എനിക്ക് എൻ്റെ കാശിയുടെ അടുത്തേക്ക് പോകണം. എന്നെ വിടുന്നാവുന്ന എനിക്ക് നല്ലത്. അല്ലെങ്കിൽ എൻ്റെ കാശി വന്ന് നിന്നെ അവൻ കൊല്ലും. സ്വയം മരണം ഇരുന്ന് വാങ്ങേണ്ടെങ്കിൽ എന്നെ വിടുന്നാന്ന് എനിക്ക് നല്ലത്. അവളുടെ ഒരു കാശി എനിക്കില്ലാത്ത എന്താടി പുല്ലേ? അതിന് മാത്രം അവനുള്ളത്. ഞാൻ അവനെ കണ്ടു. നിന്നെ അന്വേഷിച്ച ഒരു ഭ്രാന്തനെ പോലെ അലയുകയാണ് അവൻ ഈ സിറ്റിയിൽ. കല്യാണം കഴിക്കാതെ എപ്പോഴാടി നീ അവൻ്റെ ഭാര്യയായത്? ഓ, ശരീരം കൊണ്ടാവല്ലേ? ഞാനും നിന്റെ ശരീരമല്ലേ ചോദിച്ചുള്ളൂ. എന്നാൽ എനിക്കത് നൽകാൻ നീ അവനെല്ലാം കൊടുത്തു.
നീയും അവനും കൂടെ പട്ടാപകല ബീച്ചിലിരുന്ന് കൊഞ്ചിക്കുഴയെന്നൊക്കെ ഞാൻ എൻ്റെ കണ്ണാല് കണ്ടതാ. അവന് മാത്രമല്ല, പറ്റില്ല, അത് പറ്റില്ല. അവനേക്കാൾ മുന്നേ നിന്നെ ആഗ്രഹിച്ച ഞാനാ ഈ ഷക്കീം എന്ന് പറഞ്ഞവൻ അവളുടെ കവിളിലേക്ക് കൈയോടിച്ച് അവന്റെ മുഖം അവൾക്കരികിലേക്ക് എത്തിച്ചു. നിന്റെ ഈ ശരീരത്തിൻ്റെ മണം അതെന്നെ മത്തു പിടിപ്പിക്കുക. അന്നും ഈ മണവും നിന്റെ ഈ ശരീരഭംഗിയാ എന്നെ നിന്നിലേക്ക് വലിച്ചടുപ്പിച്ചത്. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി മാത്രമാ ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തത്. ഈ ഒരു വർഷം ഞാൻ ജയിലഴികൾക്കുള്ളിൽ കിടന്നപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നോടുള്ള അടങ്ങാത്ത മോഹമായിരുന്നു. നീ എവിടെയെന്ന് കണ്ടെത്തിയപ്പോൾ നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് ജയിലിൽ ചാടാതെ വേറെ വഴിയില്ലായിരുന്നു. നിന്നോടുള്ള എൻ്റെ മോഹത്തിനേക്കാൾ അപ്പുറം നിന്നോടുള്ള എൻ്റെ പക കൂടി വന്നു. കാരണം നക്ഷത്ര, നീ എൻ്റെ സ്വന്തം. എന്നിട്ട് നീ ആ പന്ന നായിൻ്റെ മോൻ കാശിയാ സ്നേഹിച്ചത് എന്തിനാ? എനിക്കതൊട്ടും ഇഷ്ടമായില്ല. നമുക്ക് നമ്മൾ മാത്രം മതി, വേറൊരു പന്ന മോനും വേണ്ട നക്ഷത്ര. ഒരു സൈക്കോയെ പോലെ ഷക്കീം അവളോട് പറഞ്ഞു. ശേഷം അവൻ അവിടെ അരികിലേക്ക് വന്നു. അവൾ അപ്പോൾ തന്നെ അവന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി. എടി പന്ന മോളെ, നീ എൻ്റെ മുഖത്തേക്ക് തുപ്പുന്നോ എന്ന് പറഞ്ഞവൻ അവളുടെ ഇരുകവിളിലും മാറി മാറി തള്ളി. അവളുടെ ചുണ്ടിൽ നിന്നൊക്കെ ബ്ലഡ് ഒഴുകി. അതെടാ, തുപ്പും, ഇനിയും തുപ്പും. നിന്നെ പോലെയുള്ള മൃഗത്തെ മുഖത്ത് തുപ്പുന്ന പോയിട്ട് എന്തിന് കൊല്ലുന്ന പോലും പാപമല്ല. നീ എന്താ പറഞ്ഞേ? നിന്റെ നക്ഷത്രയോ? നിന്റെ നാവുകൊണ്ട്, നിന്റെ ആ പുഴുത്ത നാവുകൊണ്ട് എന്റെ പേര് പോലും ഉച്ചരിക്കുന്നത്. ഈ നക്ഷത്രം എന്നും എന്റെ കാശിയുടെ മാത്ര. എന്റെ മനസ്സും ശരീരവും എന്റെ കാശിക്ക് മാത്രം അവകാശപ്പെട്ടതാ. അവനല്ലാതെ ഈ നക്ഷത്രയുടെ മേൽ ആർക്കും ഒരു അവകാശവും ഇല്ല, ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല. എന്തിന്റെ ധൈര്യത്തിലാടി പുല്ലേ നീ കിടന്ന് നകളിക്കുന്നത്? ആ കാശിയുടെ ധൈര്യത്തിലാണോ? അതേടാ, എന്റെ കാശിയുടെ ധൈര്യത്തിൽ തന്നെയാ. എന്റെ കാശി വരും എന്നെ രക്ഷിക്കാൻ. അവനെ നാച്ചുവിനെ രക്ഷിക്കാൻ എന്റെ കാശി വന്നിരിക്കും. എന്നാ മോളുടെ വ്യാമോഹം മാറ്റുന്നതാ നല്ലത്. അവൻ വരാൻ പോകുന്നില്ല. ഇനി ഒരിക്കലും കാശി വരില്ല നക്ഷത്ര എന്ന് പറഞ്ഞ് ഷക്കീം ആർത്തി ചിരിച്ചു. അപ്പോൾ തന്നെ അവന്റെ പുറകിൽ മറ്റൊരാളും കൂടെ വന്നു നിന്നു. അയാളെ കണ്ടവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താ നക്ഷത്ര, നിനക്കെന്നെ മനസ്സിലായോ? ആ, നീ കണ്ടിട്ടുണ്ടാവും. നിന്റെ കാശി എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ പേര് മംഗൾ ബർമ്മ, ഈ നിൽക്കുന്ന ഷക്കീമിൻ്റെ ഉറ്റ സുഹൃത്ത്. അവൾ ഭയത്താൽ അയാൾ അടിമുടി നോക്കി. ഡ്രസ്സിൽ മുഴുവൻ ബ്ലഡാണ്. ഇതൊക്കെ കണ്ട് ഭയവിഹ്വലയായി നിൽക്കുന്ന നക്ഷത്രയുടെ അരികിൽ വന്ന് ഷക്കീം ഇങ്ങനെ പറഞ്ഞു. എന്താ നക്ഷത്ര നീ ഇങ്ങനെ നോക്കുന്നത്? ശത്രുക്കളെല്ലാം ഒന്നിച്ചു വന്നപ്പോൾ നിനക്ക് ഭയമാവുന്നുണ്ടോ? ഞങ്ങൾ മാത്രമല്ല നിന്റെ ശത്രുക്കൾ, ഇനിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നീ അറിയാനിരിക്കുന്നതേ ഉള്ളൂ നക്ഷത്ര. നിനക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതറിയുമ്പോൾ നീ ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ കാശി നിനക്ക് കാണണ്ടേ? ഞാൻ കാട്ടിത്തരാം. അവൻ്റെ എൻ്റെ ചങ്ങായി മംഗൾ ബർമ്മൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷക്കീം മംഗൾ ബർമ്മന്റെ പുറകിൽ രക്തത്തിൽ കുളിച്ചുകൊണ്ടുവരുന്ന കാശി അവൾക്ക് മുമ്പിലേക്ക് ഇട്ടു. ഒരു നിമിഷം ഞെട്ടി അവൾ അലറി വിളിച്ചു, കാശി, കാശി, എന്റെ കാശിക്ക് ഇത് എന്താ പറ്റിയത്? എന്റെ കാശി നിങ്ങൾ എന്താ ചെയ്ത്? എന്നെ വിട് കാശി. നക്ഷത്ര, നിനക്ക് വേദനിക്കുന്നുണ്ടോടി? നിനക്ക് നന്നായിട്ട് വേദനിക്കണം. നീ ഇങ്ങനെ വേദനിക്കുമ്പോൾ എനിക്ക് മാത്രം കിട്ടുന്ന സന്തോഷം അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയോ നിനക്ക്? എനിക്കുണ്ടായ അപമാനങ്ങൾക്കൊക്കെ ഇപ്പൊ ചെറിയൊരാശ്വാസം കിട്ടുന്നുണ്ട്. കരഞ്ഞു തളർന്ന മുഖത്തോടെയുള്ള നക്ഷത്രയെ നോക്കി ഷക്കീം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ നക്ഷത്ര നീ ഇങ്ങനെ കരയുന്നത്? നിന്റെ കാശി നീ തിരിച്ചു വരാൻ പോകുന്നില്ല. അവൻ പോയിടി. ഒരിറ്റ് ശ്വാസം ഉണ്ടാവും, അതും ചിലപ്പോ ഇപ്പൊ പോയിട്ടുണ്ടാവും. അല്ലേടാ മംഗൾ ബർമ്മ? ഷക്കീമും മംഗളും രക്തത്തിൽ കുളിച്ചിടക്കുന്ന കാശിയെ നോക്കി ഊറി ചിരിച്ചു. നോ, ഇല്ല, കാശി എന്നെ വിട്ടു പോയില്ല. എന്നെ വിട്, വിടാൻ. ശരവണ, അവളുടെ കയ്യിലാ കെട്ടഴിച്ച്. അവളുടെ ചത്തുപോയ കെട്ടിയവൻ അവൾ കൺകുളിർക്കൊന്ന് കാണട്ടെ. പരിഹാസത്തോടെ നാച്ചുവിനെ നോക്കി പറഞ്ഞ് ഷക്കീം അവളെ നോക്കി പുച്ചി ചിരിച്ചു. കേട്ട ബാധി ശരവണ അവളുടെ കയ്യിലെ കെട്ടഴിച്ചു. അവൾ അപ്പോൾ തന്നെ നിലത്ത് രക്തത്തിൽ കുളിച്ചെടുക്കാൻ തന്റെ കാശി എടുത്ത് അവളുടെ മടിയിൽ കിടത്തി. കാശി, കാശി, എന്നെ നോക്കണം. നിന്നെ നാച്ചുവ വിളിക്കുന്നേ, എന്നെ നോക്കണം. ഇവര് പറയാ നീ മരിച്ചെന്നൊക്കെ. അതൊന്നും സത്യമില്ലെന്ന് എനിക്കറിയാം.
നിന്റെ ഈ നാച്ചുവിൻ്റെ ഹൃദയം ഇപ്പോഴും തുടിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ കാശി എങ്ങനെയാ മരിക്കുന്നത്? എന്നെ നോക്കടാ, നിന്റെ നാച്ചുവാടാ വിളിക്കുന്നേ. നിനക്കെന്നെ തനിച്ചാക്കി പോവാൻ കഴിയോ? നോക്ക് കാശി, പ്ലീസ്. എനിക്ക് സങ്കടം വരുന്നു കാശി, പേടിയാവുക. നീ ഒന്ന് കണ്ണു തുറക്ക് കാശി. എത്ര വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ലാത്ത എന്റെ കാശി കിടക്കുന്ന കണ്ട് അവിടെ ഉള്ളം നേറി. കാശി നിർത്തി പുല്ലേ. കുറെ നേരമായി അവളുടെ ചീഞ്ഞ റൊമാൻസ്. എന്ത് കാണിക്കാനാണ് നീ കിടന്ന് മോങ്ങുന്നത്? ഇവൻ ചത്ത് നന്നായില്ലേ? ഇനി നമുക്കിടയിൽ ഒരു തടസ്സമായിട്ട് ആരുമില്ല. ഇനി നീ ഷക്കീമിന്റെ സ്വന്തമാണ്, എന്റെ മാത്രം സ്വന്തം. നിന്റെയോ? അതൊരിക്കലും ഉണ്ടാവില്ല. ഞാൻ എന്റെ കാശിയുടെ മാത്രം. എന്നും നിങ്ങൾ എന്താ ചെയ്തെന്റെ കാശിയോട്? നിന്നോട് എന്ത് തെറ്റെന്റെ കാശി ചെയ്ത്? ഷക്കീം, ഞാനല്ലേ? ഞാനുമായിട്ടല്ലേ നിനക്ക് പ്രശ്നം? അതിനിടയിൽ എന്റെ കാശി എന്തിനാ നീ കൊണ്ടുവന്നേ? അവൾ അവനോട് ചോദിച്ചു. എന്ത് തെറ്റ് ചെയ്തെന്നോ? നിനക്കറിയില്ലടി പുല്ലേ എന്താ ഇവൻ ചെയ്തെന്ന്. ഒന്ന്, നീ എന്നിൽ നിന്ന് അകലാൻ കാരണം തന്നെ ഇവൻ ഒറ്റൊരുത്തനാ. എനിക്ക് നൽകേണ്ട സ്ഥാനമെല്ലാം നീ ഇവന് കൊടുത്തു. അതെല്ലാം ഞാൻ ക്ഷമിച്ചേനെ. ബട്ട് നിനക്കറിയാത്ത പല കാര്യങ്ങളുണ്ട് നക്ഷത്ര. ഇവൻ ഒറ്റൊരുത്തൻ കാരണം എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. ലോകത്തിനു മുമ്പിൽ എനിക്ക് പോലും മറയില്ലാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇവൻ ഒറ്റൊരുത്തൻ കാരണം എനിക്ക് ജയിലഴികൾ കിടക്കേണ്ടി വന്നു. എല്ലാം നിന്നെ ഞാൻ വേദനിപ്പിച്ച് അവൻ തന്ന ശിക്ഷയാ. അതിനു മാത്രം നീ എന്താടി പുല്ലേ ഇവന് വേണ്ടി ചെയ്തത്? വാട്ട്? എന്താ നീ പറഞ്ഞേ? അപ്പൊ കാശിക്ക് നിന്നെ മുന്നേ അറിയായിരുന്നോ? അറിയായിരുന്നോന്നോ? ഇങ്ങ് നോക്കടി എന്ന് പറഞ്ഞവൻ അവന്റെ ഷർട്ടിന്റെ കുറച്ചു ഭാഗം വലിച്ചു മാറ്റി നീട്ടി കാട്ടി. നോക്കടേ, നോക്ക്, കണ്ണ് തുറന്നു നോക്ക്. ഇത് കണ്ടോ, ഈ വ്രണം പോലെ ഇരിക്കുന്ന മുറിവ്? ഇതെന്താണെന്ന് നിനക്കറിയോ? നിനക്കറിയില്ലായിരിക്കും, ഞാൻ പറഞ്ഞുതരാം. നിന്റെ ഈ കാശി നിന്നെ ആ സിഗരറ്റ് വെച്ചൊന്ന് ചെറുതായി പൊള്ളിച്ചതിന് എനിക്കെൻ്റെ ശരീരത്തിൽ തന്ന അടയാളാടി പുല്ലേ. നിന്നെ വേദനിപ്പിച്ച ഇവനാണല്ലേ പൊള്ളുന്നത്. ഒരു ഞെട്ടിലോടെ നക്ഷത്ര ഷക്കീമിൽ നിന്ന് മുഖം മാറ്റി കാശിയെ നോക്കി. കാശി, അപ്പൊ നിനക്കെല്ലാം അറിയായിരുന്നോ? എല്ലാം അറിഞ്ഞിട്ട് നീ എന്നിൽ നിന്നെല്ലാം ഒടുക്കിയായിരുന്നല്ലേടാ? എങ്ങനെയാടാ നിനക്ക് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത്? അവൾ അവന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ച് തേങ്ങിക്കരഞ്ഞു തല ഉയർത്തി പറഞ്ഞു. നോക്കടാ കാശി, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണേടാ. ഈ ജന്മം മാത്രമല്ലടാ, എല്ലാ ജന്മവും നിന്നോടൊപ്പം. കാശി, കണ്ണു തുറക്കടാ കാശി. നീ ഏറ്റവും കൂടുതൽ എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച ആ കാര്യം ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിന്നോട് പറയാൻ പോവാ. അതേസമയം വൃന്ദാവനത്തിൽ. എന്തു പറ്റിയടോ സുഭദ്രേ? ഇന്ന് തനിക്ക് എന്തോ ടെൻഷനൊക്കെ ഉള്ള പോലെ, ഒരു ശ്രദ്ധയില്ലാത്ത പോലെ. അറിയില്ല ശേഖരേട്ടാ, എന്തോ അനിഷ്ടം സംഭവിക്കാൻ പോകുന്ന പോലെയൊരു തോന്നൽ. മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. പൂജാമുറിയിൽ കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്ന് അണഞ്ഞു. ഭഗവാന് മുമ്പിൽ ചാർത്തിയിരുന്ന തുളസിമാല വാടി കരിഞ്ഞുപോയി. എല്ലാം ഒരു അശുഭ സൂചന പോലെ. കാശിയെ കോൾ ചെയ്തിട്ട് അവനൊട്ട് എടുക്കുന്നുമില്ല. എൻ്റെ കുഞ്ഞിന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോണ പോലെ ഒരു തോന്നൽ. എൻ്റെ സുഭദ്രയെല്ലാം നിന്റെ തോന്നലാടോ? അങ്ങനെയൊന്നുമില്ല. മോന് പിന്നെ കോൾ എടുക്കാണ്ടിരുന്ന് അവനിപ്പോൾ ഓഫീസിലെ മീറ്റിങ്ങിലോ മറ്റാവൂടോ. മീറ്റിംഗ് കഴിയുമ്പോൾ അവൻ തിരിച്ചു വിളിക്കും. താനിങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിച്ചുകൂടി തൻ്റെ ശരീരം കേടാക്കല്ലേ. തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തൻ്റെ മൂത്തപുത്രനെ ഇവിടെ വരുമ്പോൾ എൻ്റെ ശരീരം അവൻ വെടക്കാക്കും. ദേഷ്യം വന്ന അവനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് എനിക്കറിയാവുന്നല്ലേ. അച്ഛൻ്റെ അല്ലേ മോൻ, പിന്നെ അതുപോലെയല്ലേ വരും. ശേഖരേട്ടാ, നിങ്ങളും അതുപോലെ തന്നെ ആയിരുന്നല്ലോ. ഇപ്പോഴല്ലേ ആ ദേഷ്യമൊക്കെ അങ്ങ് പോയത്. പക്ഷെ നമ്മുടെ മോനിനിപ്പോൾ അങ്ങനെ പണ്ടത്തെ ആ ദേഷ്യമൊന്നുമില്ലല്ലോ. നാച്ചുമോൾ അവൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഈ മാറ്റങ്ങൾ. എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അമ്മയ്ക്കും അതുപോലെ തന്നെയാണ്. അവൻ അമ്മയോട് ആ കുട്ടീനെ കുറിച്ച് വാതോരാ സംസാരിക്കണ ഞാൻ കേട്ടിരുന്നു. ആടോ, തനിക്കെന്നല്ല, എനിക്കും സെയിം അവസ്ഥയാണ്. ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട്. നമ്മുടെ മിസ്റ്റർ ബ്രഹ്മചാരി കളിച്ചുകൊണ്ടിരുന്ന കാശിയെ പ്രണയിക്കാൻ വരെ പഠിപ്പിച്ച കുട്ടിയല്ലേ. അടുത്ത ദിവസം ഏതായാലും അവൻ ഇങ്ങ് വരുന്നു പറഞ്ഞിട്ടില്ലേ. നമുക്ക് കാണാമെന്ന്. താൻ ഒത്തിരി ചിന്തിച്ചു കൂട്ടൊന്നും വേണ്ട കേട്ടോ. ഒരനിഷ്ടവും നടക്കാൻ പോണില്ലടോ. അവരിരുവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഐ ലവ് യു സോ മച്ച് കാശി. എനിക്ക് നീ ജീവനടാ. എൻ്റെ പ്രാണനേക്കാൾ അപ്പുറം ഞാൻ നിന്നെ സ്നേഹിക്കുന്നടാ. ഐ ലവ് യു. എനിക്ക് നിന്നെ വേണടാ കാശി. കണ്ണു തുറന്നെന്നെ നോക്കടാ. ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞടാ. നമുക്കിനി കല്യാണം കഴിക്കണ്ടേ? നീ പറഞ്ഞ പോലെ ഹണിമൂൺ, നമ്മുടെ കുട്ടികൾ, എല്ലാ സ്വപ്നങ്ങളും നമുക്ക് പൂർത്തിയാക്കണ്ടടാ. എണീറ്റ് എന്നെ നോക്ക് കാശി.
ഇതെല്ലാം കണ്ട് ഷക്കീം അവൾക്ക് നേരെ പുച്ഛത്തോടെ ഒരു പുഞ്ചിരി മാത്രമേ സമ്മാനിച്ചുള്ളൂ. എടിപ്പെണ്ണേ, നീ എന്ത് ഭ്രാന്തടി കാട്ടുന്നത്? നിന്റെ കാശി ചത്തടി. മംഗൾ വർമ്മ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, എന്റെ കാശി മരിച്ചിട്ടില്ല. കാശി. അവൾ കരഞ്ഞ് തളർന്നിരുന്നു. മംഗൾ അവളെ അവനിൽ നിന്ന് നടത്തി മാറ്റാൻ പോകുന്ന നേരം ഷക്കീം മംഗളിനെ തടഞ്ഞു. വേണ്ട മംഗൾ, അവള് മാറ്റണ്ട. അവള് കരയട്ടെ, ആവോളം കരയട്ടെ. ഈ കണ്ണീര് കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഉണ്ടാവുന്നത്. ഇനി അങ്ങോട്ട് ഈ കണ്ണീര് മുഴുവൻ ഞാനാണ് കാണാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ അതിലുപരി സന്തോഷം വർദ്ധിക്കുകയാ. ഇവളുടെ ചത്ത കാശി എന്തായാലും എണീറ്റ് വരാനൊന്നും പോകുന്നില്ല. നീ ഇവിടെ നിൽക്ക്. ഇതേ സമയം ശിവ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ. സർ പ്ലീസ്, എനിക്ക് പോയേ മതിയാവും. എന്നൊന്ന് പോകാൻ അനുവദിക്കൂ. എൻ്റെ ഫ്രണ്ടിന് ഇപ്പം എൻ്റെ ആവശ്യമുണ്ട്, പ്ലീസ്. സി മിസ്റ്റർ ശിവരാഗ്, നിങ്ങൾ പോവാൻ അനുവദിക്കാൻ താല്പര്യമില്ലായിട്ടല്ല, മുകളിൽ നിന്നുള്ള ഓർഡറാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ജയിൽ പുള്ളി ജയിൽ ചാടിയത്? അവൻ KNS ഗ്രൂപ്പ് ഓഫ് കമ്പനി ഓണറിൻ്റെ വൈഫിനെ കിഡ്നാപ്പ് ചെയ്തു എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. സോ അവരെ രക്ഷിക്കാതെ ഇവിടുന്ന് ആരും പോകാൻ പാടില്ലെന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പോകണമെന്ന് തന്നെയാണെങ്കിൽ ഈ ജോബ് നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം. സർ പ്ലീസ്, എൻ്റെ പെങ്ങളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അവളേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ല എനിക്ക് ജോബ് പോലും. എനിക്ക് എൻ്റെ പെങ്ങളെ. ഓഫീസറോട് കെഞ്ചിരുന്ന ശിവ പെട്ടെന്ന് ഞെട്ടി അയാൾ നോക്കി ചോദിച്ചു. ഏത് കമ്പനിയുടെ കാര്യം പറഞ്ഞ്? KNS ഗ്രൂപ്പ് ഓഫ് കമ്പനി. വാട്ട് വാട്ട് അപ്പ് സർ, കാശിനാഥ് ശേഖറിന്റെ കാര്യമാണോ പറയുന്നത്? യെസ്, കാശിനാഥ് ശേഖറിൻ്റെ വൈഫിനെയാണ് ആ ക്രിമിനൽ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. സീക്രട്ട് മിഷനാണ്. അത് മാത്രമല്ല, നമ്മളെല്ലാം പുറത്തുനിന്ന് മറ്റാരും ഈ വിവരം അറിയിക്കരുതെന്ന് ഓർഡറുണ്ട്. വാട്ട്? കാശിയുടെ വൈഫോ? എന്താ പെൺകുട്ടിയുടെ പേരെന്നറിയോ? ഓഫീസർ ചിന്തിക്കാൻ തുടങ്ങി. നക്ഷത്ര. നക്ഷത്ര എന്നാണോ? ശിവ സംശയത്തോട് ചോദിച്ചു. യെസ്, നക്ഷത്ര, അത് തന്നെയാ. ബട്ട് ശിവരാഗ്, താങ്കൾക്ക് എങ്ങനെ അറിയാം? ഞാൻ താങ്കളോട് പറഞ്ഞില്ലല്ലോ കുട്ടിയുടെ പേര്. ഓഫീസർ പറഞ്ഞു കേട്ട് ശിവ ഒന്ന് ഞെട്ടിയാൾക്ക് മറുപടി നൽകി. എനിക്കറിയാം സർ, കാരണം സാറ് പറഞ്ഞ നക്ഷത്രയാ എൻ്റെ പെങ്ങൾ പാർവതി. വാട്ട്? അപ്പോൾ താങ്കളുടെ സിസ്റ്ററിനെയാണോ ആ ഷക്കീം കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ കാശിനാഥ് ശേഖറിന്റെ വൈഫ് നിങ്ങളുടെ സിസ്റ്റർ ആയിരുന്നോ? ഓ ഗോഡ്, എത്രയും വേഗം താങ്കളുടെ സിസ്റ്ററെ രക്ഷിക്കണം. കാരണം ആ ഷക്കീം ഒരു സൈക്കോ ആണ്. നമ്മുടെ പകൽ ടൈമില്ല. ക്വിക്ലി. തന്റെ റൂഹിന്റെ പാതിയുടെ മുഖം ഇരുകൈയിലും കോരിയെടുത്തവൾ അവന്റെ മുഖമൊന്നാകെ കണ്ണുകളാൽ പരതി. ആ കവിളിൽ മെല്ലെ തലോടി. ചുടുരക്തം അവന്റെ മുഖമൊന്നാകെ നിറഞ്ഞിരുന്നു. മെല്ലെ കുനിഞ്ഞു നിന്നവൾ അധരങ്ങളെ മെല്ലെ ഒന്ന് ചേർത്ത് വെച്ച്. അവളുടെ ആ പ്രവൃത്തിയിൽ അവിടെ ഉണ്ടായിരുന്ന കുണ്ടുകളൊക്കെ വാ പൊളിച്ച് നോക്കി നിന്നുപോയി. ചാകാൻ കിടക്കുമ്പോഴും റൊമാൻസോ എന്നൊരു ധ്വനിയും ചിലരുടെ നോട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഷക്കീമിന്റെ കണ്ണ് ദേഷ്യത്താൽ രക്തവർണ്ണമായി ചുമന്ന് നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.